ഹലോ വെൽക്കം ടു ഓൺലൈൻ നോളഡ്ജ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ SSLC മാത്സായ എർത്തമെറ്റിക് സീക്വൻസ് ആണ്. ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററായ മാത്സിൻ്റെ എർത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ മാത്സിനെ പേടിയുള്ള എല്ലാ കൂട്ടുകാരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് മാത്സിനെ പേടിക്കാണ്ട് സിമ്പിളായിട്ട് നമുക്ക് മാത്സ് പഠിക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എർത്തമെറ്റിക് സീക്വൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു സീക്വൻസ് നമുക്ക് കാണാം അല്ലേ. ഒരു സീക്വൻസിനെ നമുക്ക് കാണാം. ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു ശ്രേണിയാണ് കേട്ടോ. ശ്രേണി, അതായത് ഒരു പാറ്റേൺ എന്നൊക്കെയാണ് ഈ ഇതിനെ പറയുന്നത്, ഈ സീക്വൻസിനെ പറയുന്നത്. അപ്പം അതിൽ നമുക്ക് അതിൽ ഞാനിപ്പോൾ ഒരു പാറ്റേൺ എഴുതാം. 2, 4, അതുപോലെ 8, 16. അപ്പം ഇതൊരു പാറ്റേൺ ആണ്. അപ്പം ഈ പാറ്റേണിൻ്റെ പ്രത്യേകത ഇതെല്ലാം 2ൻ്റെ പവേഴ്സായിട്ടാണ്. 2ൻ്റെ പവേഴ്സായ 2, 4, 8. 2വിനോട് നമ്മൾ 2 ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത് 4 ആണ്. അതുപോലെ 4നോട് നമ്മൾ 2 ചെയ്യുമ്പോൾ കിട്ടുന്നത് 8 ആണ്. 8നോട് നമ്മൾ 2 ചെയ്യുമ്പോൾ കിട്ടുന്നത് 16 ആണ്. ഓക്കെ, അപ്പം ഇതാണ് ശ്രേണികൾ അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ സാധാരണ ഒരു പാറ്റേൺ അല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത് എർത്തമെറ്റിക് സീക്വൻസ് ആണ്. എർത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. എർത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സമാന്തര ശ്രേണികൾ എന്നാണ് അർത്ഥം. സമാന്തര ശ്രേണികൾ. അപ്പം ഈ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി സമാന്തരം സമമായ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാവേ. നമുക്കൊരു പാറ്റേൺ ചുമ്മാ എഴുതി നോക്കാം. 3, 5, 7, 9. ഓക്കെ, ഇതാണ് ഞാൻ എഴുതിയ ഒരു പാറ്റേൺ. ഇതിൻ്റെ നമുക്ക് പ്രത്യേകത നോക്കാം. 3നോട് എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്? 3നോട് നമുക്ക് 2 കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത് അല്ലേ. അതുപോലെ തന്നെ 5നോട് നമ്മൾ എത്ര കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്? അതും എത്രയാണ്? 2 കൂട്ടുമ്പോഴാണ്. അപ്പം ഈ 7നോട് എത്ര കൂട്ടുമ്പോഴാണ് 9 കിട്ടുന്നത്? അത് നമുക്ക് എത്രയാണ്? 2 കൂട്ടുമ്പോഴാണ് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് 2 ആണ് അല്ലേ. അപ്പം ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത്? ഡിഫറൻസ് 2 ആണ്. അപ്പം ഈ ഒരു എർത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് ഇങ്ങനെ ഈ ഏതൊരു പാറ്റേൺ എടുത്തിട്ട് ഏതൊരു ടേം, അതായത് ഏതൊരു നമ്പർ എടുത്തിട്ട് ഇതിൽ മുന്നോട്ട് പോകുന്ന ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് നമ്മൾ ബാക്കിലുള്ള നമ്പറുമായിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ആണ് നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. വേറൊരു പാറ്റേൺ ഞാൻ എഴുതാം. 15, 13, അതുപോലെ 11, 9. ഇതൊരു പാറ്റേൺ അല്ലേ. ഇതിനെ ഞാൻ ഒന്ന് ഡിഫറൻസ് നോക്കിക്കേ. 15ൻ്റെയും 13ൻ്റെയും ഇടയ്ക്കുള്ള ഡിഫറൻസ് എത്രയാണ്? 2 അല്ലേ. അത് കുറയ്ക്കുമ്പോഴത്തേക്കും 13ൽ നിന്ന് 12 കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് നോക്കണം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്തു പറഞ്ഞാൽ ഇതൊരു കുറഞ്ഞു പോകുന്ന ടേംസ് ആണല്ലോ, നമ്പേഴ്സ് ആണല്ലോ, ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ കുറയ്ക്കുന്ന പോലെ തന്നെ സെക്കൻഡ് വരുന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ മുന്നിലത്തെ ആളെ കുറയ്ക്കണം. അപ്പം നമുക്ക് കിട്ടുന്നതാണ് ഡിഫറൻസ്. പക്ഷേ ഇവിടെ സംഖ്യ കുറഞ്ഞു വരുന്നത് കൊണ്ട് നമ്മൾ തിരിച്ചു കുറയ്ക്കാൻ പാടില്ല. നമ്മൾ ഫസ്റ്റിൽ നിന്ന് ഇത് കുറയ്ക്കാൻ പാടില്ല. നമ്മൾ ഇതിൽ നിന്ന് തന്നെ തിരിച്ചു കുറയ്ക്കണം. നമ്മൾ മൈനസ് വരുമെന്നേ ഉള്ളൂ. ഇവിടെ -2 വന്നു. 11ൽ നിന്ന് 13 കുറയ്ക്കുമ്പോൾ -2. അപ്പോൾ 9ൽ നിന്ന് 11 കുറയ്ക്കുമ്പോൾ -2. അപ്പം ഇവിടുത്തെ ആ ഒരു ഡിഫറൻസ് -2 ആണ് അല്ലേ. -2 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞത്. അപ്പം ഈ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോമൺ
കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ പൊതുവ്യത്യാസം ഈ എർത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടേമാണ് ടേംസ് എന്ന് പറഞ്ഞാൽ പദങ്ങൾ എന്ന് പറയുന്നത് ഈ എർത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമ്മൾ നോക്കാം. 7, 10, 13, 16 എന്ന് പറഞ്ഞ ഒരു എർത്തമെറ്റിക് സീക്വൻസ് ഞാൻ എടുക്കുകയാണ്. ഇതിലെ ഫസ്റ്റ് വരുന്ന എന്താണ് 7ആണ്. സെക്കൻഡ് പൊസിഷനിൽ വരുന്ന എന്താണ് 10. അങ്ങനെ തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, അങ്ങനെ ഈ ഒരു പൊസിഷനൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഈ പൊസിഷനിൽ വരുന്ന അതിനെ നമ്മൾ പറയുന്ന പേരാണ് ടേംസ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫസ്റ്റ് ടേം ഇവിടെ എത്രയാണ്? 7. അതുപോലെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 10. അപ്പം അത്രയേ ഉള്ളൂ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു സീക്വൻസ് നമുക്ക് നോക്കാവേ. വെറുതെ ഒരു സീക്വൻസ് നമുക്ക് നോക്കാം. 5, 7, 9, 11. ഓക്കെ, ഇതൊരു സീക്വൻസാണ്. അപ്പം നമ്മുടെ എന്താണ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ ചോദ്യം വന്നു വെച്ചു. കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കോമൺ ഡിഫറൻസിന് നമ്മൾ ഡി എന്നല്ലേ പറയുന്നത്. ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്നാ ചെയ്യാം? സെക്കൻഡ് ടേമിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് ടേം നമുക്ക് കുറയ്ക്കാം. അപ്പം നമുക്ക് എത്ര കിട്ടും? സെക്കൻഡ് ടേം ഇവിടെ എത്രയാണ്? 7 ആണല്ലേ. 7 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? 5. അപ്പം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 2 ആണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് അത്. ഓക്കെ, അടുത്ത് നമുക്ക് പേജ് നമ്പർ 15 പ്രോബ്ലം ചെയ്യാവേ. എന്താണ്? 24, 42, 60 പിന്നുള്ളത് നമുക്കറിയത്തില്ലെന്ന് വെച്ചു. അപ്പം നമ്മൾ ഇവിടുത്തെ ടേം നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേമിൽ നിന്ന് മൈനസ് ഫസ്റ്റ് ടേം നമ്മൾ ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടാമല്ലോ. അപ്പം നമ്മുടെ സെക്കൻഡ് ടേം ഇവിടെ എത്രയാണ്? നമ്മുടെ സെക്കൻഡ് ടേം ഇവിടെ 42 ആണല്ലേ. 42-ൽ നിന്ന് നമുക്ക് 24 നമുക്ക് മൈനസ് ചെയ്യാം. നമുക്കപ്പോൾ കിട്ടുന്നതാണ് 18 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. അപ്പോൾ 18ൻ്റെ കൂടെ നമ്മൾ എന്താണ്? അപ്പോൾ നമുക്ക് തേർഡ് ടേം നമുക്ക് കിട്ടണമെങ്കിൽ ഫോർത്ത് ടേം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തേർഡ് ടേമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോമൺ ഡിഫറൻസ് കൂട്ടണം. തേർഡ് ടേം നമുക്കിവിടെ എത്രയാണ്? 60 ആണെന്ന് വെച്ചു. 60യുടെ കൂടെ ഈ കോമൺ ഡിഫറൻസ് ഇതിവിടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 78 കിട്ടും. അപ്പം നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ നമുക്ക് 78 തേർഡ് ടേം നമ്മളങ്ങനെ ഫോർത്ത് ടേം നമ്മൾ കണ്ടുപിടിച്ചല്ലേ. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാവേ. ഇവിടെ 24 ഉണ്ട്, ഇവിടെ 42, പിന്നെ ഇവിടെ അറിയത്തില്ല. അപ്പോൾ അടുത്തടുത്ത 2 ടേംസ് ഉണ്ട്, ബാക്കി നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും കണ്ടുപിടിക്കാമല്ലോ. ഡി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് നമ്മൾ ഇത് കുറച്ചാൽ പോരെ. ഈ ടേമിൽ നിന്ന് ഈ ടേം കുറച്ചാൽ നമുക്ക് കിട്ടുമല്ലോ ഡി. അപ്പോൾ 42 മൈനസ് 24 ചെയ്യുമ്പോൾ നമുക്ക് ഡി കിട്ടുമല്ലേ. 18 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ടേം കാണാൻ നമുക്ക് എന്നാ ചെയ്യാം? 24-ൽ നിന്ന് നമ്മൾ നേരിട്ട് ഈ 18 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും അല്ലേ. 6 കിട്ടും. അതുപോലെ നമ്മൾ ഇവിടുത്തെ ടേം കിട്ടാൻ നമ്മൾ എന്നാ ചെയ്യണം? 14ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 18 നമ്മൾ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എത്ര കിട്ടും? നമുക്ക് കിട്ടുന്നതാണ്
നമുക്ക് 60 ആണ് ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ആ ടേം കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം അറിയത്തില്ല. പിന്നുള്ളത് 24 ആൻഡ് 42 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ എളുപ്പമാണല്ലോ, ഡി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 42-ൽ നിന്ന് 24 മൈനസ് ചെയ്താൽ നമുക്ക് 18 കിട്ടും. അപ്പോൾ ഡി 18 തന്നെ. ഇനി 18നോട് നമ്മൾ ഇവിടെ 24 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആദ്യത്തെ കിട്ടും. അതെത്രയായിരുന്നു? 6 ആയിരുന്നു അല്ലേ. 24 മൈനസ് 6 ചെയ്താൽ 24 മൈനസ് 18 ചെയ്താൽ നമുക്ക് 6 കിട്ടും. അതുപോലെ 6 മൈനസ് 18 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. അതെത്രയാണ്? തിരിച്ച് നമ്മൾ കുറച്ചാൽ മതി, എന്നിട്ട് നമ്മൾ മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പം 6-ൽ നിന്ന് നമ്മൾ 18 കുറയ്ക്കുമ്പം നമുക്ക് എത്ര? 12 ആണല്ലോ. 18-ൽ നിന്ന് 6 കുറച്ചാൽ 12 കിട്ടും. പക്ഷേ നമ്മൾ മൈനസ് സിമ്പൽ ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പം -12 ആണ് നമ്മുടെ ആൻസർ ഇവിടെ. ഓക്കെ. അപ്പം ഇനി അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറഞ്ഞാൽ 24 അടുത്തത് അറിയത്തില്ല. ദെൻ 42 നെക്സ്റ്റ് വണ്ണും നമുക്കറിയത്തില്ല. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഡി അറിയത്തില്ല അല്ലേ. ഡി നമുക്കിവിടെ അറിയത്തില്ല. അപ്പോൾ ഡി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എത്രാമത്തെ ടേമാണ്? ഇത് ഫസ്റ്റ് ടേം അല്ലേ. ഇത് സെക്കൻഡ്, ഇത് തേർഡ് അല്ലേ. തേർഡ്, ഇത് ഫോർത്ത്. നമുക്കിപ്പം അറിയാവുന്നത് തേർഡും ഫസ്റ്റുമേ നമുക്കറിയത്തുള്ളൂ. അപ്പം ഈ ഉള്ളത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡീനെയൊക്കെ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്നാ ചെയ്യാം? ഈ തേർഡ് ടേം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? തേർഡ് ടേം നമ്മൾ എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ = നമുക്ക് 24ൻ്റെ രീതിയിൽ നമുക്ക് എഴുതണം. തേർഡ് ടേം കിട്ടാൻ നമുക്ക് 24ൻ്റെ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 24, അതായത് ഫസ്റ്റ് ടേമിൻ്റെ രീതിയിൽ നമുക്ക് എങ്ങനെ ഈ തേർഡ് ടേമിനെ എഴുതാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേമിനോട് നമ്മൾ 2D കൂട്ടുമ്പോഴല്ലേ നമുക്ക് തേർഡ് ടേം കിട്ടുന്നത്. ഫസ്റ്റ് ടേമിനോട് നമ്മൾ 2 പ്രാവശ്യം ഡി കൂട്ടുമ്പോഴാണ് നമുക്ക് തേർഡ് ടേം കിട്ടുന്നത്. അപ്പോൾ അത് എഴുതണം. ഫസ്റ്റ് ടേമിനോട് പ്ലസ് 2 തവണ ഡി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ തേർഡ് ടേം കിട്ടുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് ടേം നമുക്ക് അറിയാം അല്ലേ. 42 എന്ന് ഇവിടെ അറിയാം. 42 = ഫസ്റ്റ് ടേം എവിടെയാണ്? എത്രയാണ്? 24 പ്ലസ് 2D അല്ലേ. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ ആക്കുമ്പോഴത്തേക്കും ഈ 2Dനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ 42 അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. 24നെ നമ്മൾ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് വിട്ടു. അപ്പോൾ എത്രയായി? -24 ആയി. അപ്പോൾ ഇനി കുറയ്ക്കണം അല്ലേ. നമുക്ക് കിട്ടുന്നത് 18 ആണ്. 2D 18 ആണ്. അപ്പം നമുക്ക് ഡി എത്ര കിട്ടാം? ഡി = എന്ത് ചെയ്യണം? 18/2 വരും. ഈ കിടക്കുന്ന D2 താഴേക്ക് പോകും. അപ്പം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 9 ആണ്. നമ്മുടെ ഡി കിട്ടുന്നത് 9 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡി കിട്ടിയല്ലേ. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? ഈ 42-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 42-ൽ നിന്ന് നമ്മൾ 9 കുറച്ചാൽ മതിയല്ലോ. നമുക്ക് ഇത് കിട്ടും, ഇവിടുത്തെ ടേം കിട്ടും അല്ലേ. 42-ൽ നിന്ന് നമ്മൾ 9 കുറച്ചാൽ മതി, നമുക്ക് അടുത്ത ടേം കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 33 ആണ് കിട്ടുന്നത്. 33 കിട്ടും. അതുപോലെ 42-നോട് നമ്മൾ 9 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 51 ആണ്. ഓക്കെ. ഇത് സിമ്പിളല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു കണക്ക് ചെയ്യാം. ഓക്കെ.
അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കണക്കാണ്. എത്രയാണെന്ന് നോക്കാം. 24, നമുക്കറിയത്തില്ല, ഇവിടെയും നമുക്കറിയത്തില്ല, ലാസ്റ്റ് നമുക്കറിയാം 42 അറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിനിയും ചെയ്യേണ്ടത്. അപ്പം നമ്മളെങ്ങനെ ഇത് കണ്ടുപിടിക്കുമെന്ന് നമുക്ക് നോക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഡി അറിയാൻ പറ്റുമോ? ഇല്ല, ഡി അറിയത്തില്ല. അപ്പം നമ്മൾ ഇതെത്രയാണ്? ഫസ്റ്റ് ടേം അല്ലേ? ഇതെത്രയാണ്? 1, 2, 3, 4. ഫോർത്ത് ടേമാണ് ഇത്. ഓക്കെ, ഫോർത്ത് ടേമാണ് ഇത്. അപ്പം നമുക്ക് ഈ ഫോർത്ത് ടേം കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എഴുതിയാലോ. ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു, നമുക്ക് ഫസ്റ്റ് ടേമിൻ്റെ രീതിയിൽ എഴുതണം. ഫോർത്ത് ടേം കിട്ടുന്നത് എങ്ങനെയാണെന്ന് എഴുതണം. ഫസ്റ്റ് ടേമിനോട് നമ്മൾ എത്ര ഡി കൂട്ടുന്നതായിരിക്കും ഫോർത്ത് ടേം കിട്ടുന്നത്? 1, 2, 3 അല്ലേ? 3 ഡി കൂട്ടുമ്പോഴായിരിക്കും നമുക്ക് ഫോർത്ത് ടേം കിട്ടുന്നത് അല്ലേ? അങ്ങനെയല്ലേ? ഫോർത്ത് ടേമിൻ്റെ സ്ഥാനത്ത് നമുക്ക് എത്ര എഴുതാം? 42 ഈക്വൽ ടു ഫസ്റ്റ് ടേമിൻ്റെ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 24 എഴുതാം, പ്ലസ് 3D. ഓക്കെ, അങ്ങനെ എഴുതി. ഇനി 3D അപ്പം എന്താണ്? 42 മൈനസ് 24 അല്ലേ? അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 18 വരും. ഇനി D ഈസ് ഈക്വൽ ടു 18/3 വരും. ഈ 3 നമ്മുടെ താഴേക്ക് പോകും. അങ്ങനെ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 6. ഓക്കെ, 6 കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 42-ൽ നിന്ന് 6 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ തേർഡ് ടേം കിട്ടും. അപ്പോൾ 42-ൽ നിന്ന് 6 കുറച്ചാൽ നമുക്ക് 36 കിട്ടും. അതുപോലെ നമ്മുടെ 36-ൽ നിന്ന് 6 കുറച്ചാൽ നമുക്ക് 30 കിട്ടും. അപ്പം നമ്മുടെ 2 ടേം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ കണക്കുകളൊക്കെ. ഓക്കെ.